KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടന ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശനും ബസ്സിൽ യാത്ര ചെയ്യും. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് വരെയാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുക. വനിതാ മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്യും. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, അപ്പോൾ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് വേണ്ടി ഓർഡിനറി ബസ്സിൽ ഫ്രീ യാത്രയാണ്, പ്രിയദർശിനി എന്ന പേരിൽ. അതിന്റെ പ്രഖ്യാപനമൊക്കെ നടത്തി കഴിഞ്ഞു. ആദ്യ യാത്രക്കാരനാകാൻ CM ഉണ്ട് അല്ലേ? സേതു, അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയും ആദ്യ യാത്രയിൽ പങ്കാളിയാകും എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. തമ്പാനൂരാണ് ഉദ്ഘാടനം നടക്കുക. തമ്പാനൂരിലെ KSRTC സ്റ്റാൻഡിൽ നിന്നും പെരുമാതുറിലേക്കാണ് ആദ്യ യാത്ര, ഉദ്ഘാടന യാത്ര അവിടേക്കാണ് പോവുക. തമ്പാനൂരിൽ നിന്നും സെക്രട്ടേറിയറ്റ് വരെയാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുക. വനിതാ മന്ത്രിമാരും അതിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മന്ത്രിമാരുടെ ഓഫീസുകൾ പറയുന്നത്. നിലവിൽ എന്തായാലും ഈ സ്റ്റിക്കറുകൾ ഒട്ടിക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഏതൊക്കെ ബസ്സിലാണ്? ഓർഡിനറി ബസ്സിലാണ് നിലവിൽ ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടൗൺ ടു ടൗൺ ബസ്സുകൾ, പ്രത്യേകിച്ച് ഓർഡിനറി എന്ന് തന്നെ പറയാം, അങ്ങനെ ആ ബസ്സുകളിലാണ് യാത്രയുള്ളത്. അതിൻ്റെ ഡോറുകളിലാണ് ഈ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിക്കുക. അങ്ങനെ സൗജന്യ യാത്രയുള്ളത് ആളുകൾക്ക് അറിയാൻ കഴിയും. എന്തായാലും ചരിത്ര തീരുമാനമാണ് ഒരു സർക്കാർ എടുത്തിരിക്കുന്നത്. നേരത്തെ കർണാടകയിലടക്കം നടപ്പിലാക്കിയതാണ്. 5 ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര. ആദ്യഘട്ടത്തിൽ ഏതൊക്കെ ബസ്സുകളിലാണ് സൗജന്യ യാത്ര എന്നുള്ള ഒരു ആശയക്കുഴപ്പം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി അത് വ്യക്തമാക്കി. ഓർഡിനറി ബസ്സുകളിലായിരിക്കും ആ യാത്ര ഉണ്ടാവുക. എന്തായാലും 70 മുതൽ 80 കോടി വരെയാണ് ഒരു മാസം സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട ബാധ്യതയായി വരിക. അങ്ങനെയെങ്കിൽ പ്രതിവർഷം 700-800 കോടി ഒരു ബാധ്യത വരും. ഇത് സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. നേരത്തെ തന്നെ, അതായത് നിലവിൽ KSRTC നഷ്ടത്തിലാണ്. അവിടെ സർക്കാർ സഹായം കൊണ്ടാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. അത് പ്രതിവർഷം വലിയ തുക അങ്ങനെ നൽകുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ 800 കോടി കൂടി നൽകേണ്ടി വരുന്നത്. സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, സർക്കാർ നൽകുമെന്നാണ് പറയുന്നത്. എന്തായാലും ആദ്യ യാത്രയിൽ ഈ സ്ത്രീകൾക്കൊപ്പം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ യാത്ര ചെയ്യും. അദ്ദേഹം യാത്ര ചെയ്യുക തമ്പാനൂരിൽ നിന്നും സെക്രട്ടേറിയറ്റ് വരെയാണ് അദ്ദേഹം യാത്ര ചെയ്യുക. ഈ യാത്ര, ആദ്യ ഉദ്ഘാടന യാത്ര തമ്പാനൂരിൽ നിന്നും പെരുമാതുറ വരെയാണ്. സേതു. ഓക്കെ ബിനിൽ, ശരി. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്കറിയാലോ, സംസ്ഥാനത്ത് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നീക്കം വരുന്നത്. UDF-ന്റെ അവരുടെ പ്രധാനപ്പെട്ട ഗ്യാരണ്ടികളിൽ ഒന്ന്, തിരഞ്ഞെടുപ്പ് മുൻപുള്ള 5 ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ച വന്നതും ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ കഴിഞ്ഞതുമൊക്കെയും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയായിരുന്നു. പിന്നീട് കുറേ സംശയം, ഇതൊക്കെ ഏതൊക്കെ ബസ്സിൽ പോകാൻ പറ്റും, എങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളതൊക്കെ. ഇപ്പോൾ കോടികളുടെയൊക്കെ നഷ്ടമുണ്ടാകുന്ന ഒരു വഴിയാണ്, അല്ലെങ്കിൽ KSRTCക്ക് നഷ്ടം സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒടുവിൽ അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയെങ്കിലും കുറേ പേരെ സംബന്ധിച്ചും വളരെയധികം നല്ലൊരു ചുവടുവയ്പ് അല്ലെ. വാഗ്ദാനം പൂർണ്ണാർത്ഥത്തിലൊക്കെ നടപ്പാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ നോ എന്നാണ്. പക്ഷേ യെസ്, നല്ലൊരു നീക്കമാണല്ലോ. ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചത് വളരെ നല്ലൊരു നീക്കമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം.